നമസ്കാരം, എല്ലാവർക്കും മലയാളം പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഹഠയോഗ ടീച്ചർ ഗോകുലണ്ണനാണുള്ളത്. നമസ്കാരം അണ്ണ. അപ്പം ഗോകുലണ്ണനെ ചിലവരെൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഗസ്ത്യാർകൂടം ഒരുമിച്ചാണ് പോയത്. ഗോകുലണ്ണനാണ് ഞങ്ങൾ എല്ലാവരെയും തട്ടിക്കൂട്ടി അവിടെ കൊണ്ടുപോയത്. അപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഗോകുലണ്ണൻ്റെ ജീവിതം, ഗോകുലണ്ണൻ എങ്ങനെ ഹഠയോഗ ടീച്ചർ ട്രെയിനിങ്ങിലോട്ട് വന്നു, എങ്ങനെ യോഗ കേരളം മൊത്തം എടുത്തുകൊണ്ടിരിക്കുന്നു, എന്താണ് അതിൻ്റെ പുറകിലുള്ള ഇൻസ്പിറേഷൻ, എന്തുകൊണ്ടാണ്, വാട്ട് ഇൻസ്പയർഡ് ഹിം ടു ടേക്ക് അപ്പ് ദിസ് ജേർണി to teach yoga and take Sadhguru's vision all across Kerala. We would get to know that. അപ്പോൾ താങ്ക് യു ഫോർ കമ്മിങ് ഓൺ ദ പോഡ്കാസ്റ്റ് അണ്ണ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. എന്തൊക്കെയുണ്ടെണ്ണ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കൊച്ചിയിലെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട്? കൊച്ചിയിലെ ക്ലാസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ക്രൗഡ്, അതായത് മോർ ദാൻ 14 പാർട്ടിസിപ്പൻസ് ഫോർ യോഗാസന. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4 ദിവസം കഴിഞ്ഞ് അറിഞ്ഞില്ല, പെട്ടെന്നാണ് പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോകുലണ്ണൻ്റെ സദ്ഗുരുവിൻ്റെ എൻട്രിയും ഹഠയോഗയ്ക്കൊക്കെ മുന്നേ വി വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് യുവർ ജേർണി. അത് ഐഡിയ ഈസ് എന്ന ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, മലയാളത്തിൽ നമുക്ക് സ്പിരിച്വൽ കോണ്ടന്റ് കുറേ ഉണ്ട്, പക്ഷേ ഹാവിങ് എ ഗുരു ദാറ്റ് സിഗ്നിഫിക്കൻസ് ഈസ് സംതിങ് ഐ തിങ്ക് ഓൾ ഓഫ് us ഹാവ് എക്സ്പീരിയൻസ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ മലയാളികൾ ഭയങ്കര ജ്ഞാനയോഗീസാണ്. അവർക്ക് എല്ലാത്തിനെക്കുറിച്ചും ഭയങ്കര അറിവുകളാണ്. ബട്ട് ഐ തിങ്ക് ദ ട്രൂ എസെൻസ് ഓഫ് ദ പ്രിവിലേജ് ഓഫ് ഹാവിങ് എ ഗുരു ഇസ് സംതിങ് ദറ്റ് ഇസ് മിസ്സിങ്. ആൻഡ് അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ലൈക്ക് സമ്മൺ ഹു വാണ്ട്സ് ടു റിയലി സ്റ്റാർട്ട് എ ജേർണി, അവർക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഒരു വീഡിയോ എടുത്ത് നോക്കിയാലും അത് ആത്മാ പരമാത്മ അങ്ങനെ വളരെ ഭയങ്കര ഹാർഡ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് വളരെ ഞാൻ സിമ്പിളായിട്ടാണ് യൂഷ്വലി ഐ ടേക്ക് പോഡ്കാസ്റ്റിന് വെരി സിമ്പിൾ വേ. അതായത് ഒരു ലേമാന് പോലും നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാനും, നമ്മൾ അവരെ പോലെ തന്നെ ആൾക്കാരാണ്, ബട്ട് യെറ്റ് വി ആർ ഡൂയിങ് ദീസ് പ്രാക്ടീസസ് അലോങ് വിത്ത് അതർ തിങ്സ്. അപ്പം ബിഫോർ ഗോയിങ് ഓൺ ടു ഓൺ ദാറ്റ് ഓൾ ദാറ്റ്, അണ്ണൻ്റെ ഒരു ജേർണി, അതായത് അണ്ണൻ്റെ ചെറുപ്പകാലം തൊട്ട് അണ്ണൻ എവിടെയാണ് ജനിച്ചത്, എങ്ങനെയായിരുന്നു അണ്ണൻ്റെ ചൈൽഡ്ഹുഡ്, അണ്ണൻ്റെ സ്കൂൾ, കോളേജ്, where did you work, അപ്പോൾ അതുപോലത്തെ കാര്യം നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ, ലൈക്ക് ഇഫ് യു കുഡ് സ്റ്റാർട്ട് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്, വളരെ നല്ലതായിരിക്കും. ആക്ച്വലി ഞാൻ ജനിച്ചത്, അച്ഛൻ ആർമിയിലായിരുന്നു. സോ മണിപ്പൂരിലാണ് ജനിച്ചത്. അപ്പോൾ അവിടെ ആയിരുന്നു 3-4 വയസ്സ് വരെ. പിന്നെ ഇവിടെ വന്നു, അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചതൊക്കെ. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അറിയാമല്ലോ, കൂട്ടുകാരോട് അടിച്ച് പൊളിച്ച് ലൈഫ് അങ്ങനെ ആയിരുന്നു. എല്ലാം കൂട്ടുകാർ, കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സ്കൂൾ ലൈഫ് എല്ലാം ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു മെയിൻലി. ഫാമിലിയെക്കാട്ടിലും സത്യം പറഞ്ഞാൽ അടുപ്പം കൂട്ടുകാരോടായിരുന്നു. അതിപ്പോഴും അങ്ങനെയാണ്. അപ്പം അവരായിരുന്നു ഒരു വേൾഡ് ഫുള്ള്. നമ്മളെല്ലാ കാര്യങ്ങളും അവരോട് നടക്കുന്നു, ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ വെളിയിലൊന്നും അറിയത്തില്ല. അപ്പം ഒരു പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പഠിക്കാൻ പോയി, ചെന്നൈ പഠിക്കാൻ പോയി. അവിടെ സെയിം നമ്മുടെ കൂടെ കൊച്ചിലെ പഠിച്ച ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിലൂടെയാണ് പോയത് ചെന്നൈയിൽ. അപ്പോൾ വീണ്ടും അതുപോലെയൊക്കെ തന്നെ തകർപ്പ് പരിപാടിയായിട്ട് നടക്കുന്ന സമയം. അത് കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടാൻ വേണ്ടി കാശ് കാണത്തില്ലല്ലോ ആ സമയത്ത്, നമ്മുടെ പൈസ ഇല്ലാത്ത സമയത്ത്. അപ്പം നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളും, പൈസ വന്നു കഴിഞ്ഞാൽ റെഡിയാവും. അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഇത്. കൂട്ടുകാരോട് അടിച്ചു പൊളിക്കണം, വേണ്ടതൊക്കെ ചെയ്യണം കൂട്ടുകാരോട്. അപ്പോൾ പൈസ വന്നു കഴിഞ്ഞാൽ റെഡിയാവും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ജോലി കിട്ടി. മെർച്ചൻ്റ് നേവിയിലായിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞ് പൈസ വന്നു, ഒരുപാട് പൈസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു മിസ്സിങ് എനിക്ക് തോന്നി. അതായത് ശരിയാവുന്നില്ല, എന്തോ ഒരു മിസ്സിങ് അറിയാത്തൊരു രീതിയിൽ. എന്താ വെച്ചാൽ എന്തോ ഒരു കാര്യം മിസ്സാവുന്നുണ്ട്. ആർക്കും അറിയത്തില്ല, അത് കൂടെ നടക്കുന്നവർക്കും അറിയത്തില്ല, ആർക്കൊന്നും പറയാനും അറിയത്തില്ല. അപ്പോൾ അത് തപ്പി നടക്കും. അതായത് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ, മെയിൻലി ജോലി ചെയ്യുന്ന സ്ട്രെസ്സും കാര്യങ്ങളും. നമുക്കറിയാലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ ആരെയും കാണിക്കുന്നതിലും അഭിനയിക്കുന്നതിലും മറ്റുള്ളവർ മുമ്പ് നമ്മൾ ചിരിച്ച് കാണിക്കുന്നതിലും നമ്മുടെ അകത്തറിയാൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് തിരിച്ച് ആ ഒരു ഇതുണ്ടായിരുന്നു, ഇത് ശരിയാക്കിയിട്ടുള്ളൊരു പോക്കല്ല, എന്തെങ്കിലും ഒരു വഴി വരണമെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് മെർച്ചന്റ് നേവി എടുക്കാൻ? ബിക്കോസ് എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെ, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ. അത് ഈ കൊണ്ടുപോയ കൂട്ടുകാരെ തന്നെ അവിടെ കൊണ്ടുപോയത്. കൂടുതൽ ചൂടാ പഠിച്ച അവന്മാരൊന്നും അത് പോയില്ല, ഷിപ്പിൽ പോയില്ല, അവർക്ക് പോകാൻ പറ്റിയില്ല. 3 പേര് പോയ ഗ്യാങ്ങിൽ ഞാൻ മാത്രമാണ് ഷിപ്പിൽ കയറി പറ്റിയത്. എന്താണ് മെർച്ചന്റ് നേവി ബേസിക്കലി അറിയാൻ? വാട്ട് ഡു വി ഡു ഇൻ മെർച്ചന്റ് നേവി? മെർച്ചന്റ് നേവി ഈസ് ഓൾ അബൌട്ട് ലൈക്ക് ഇറ്റ്സ് എ ട്രേഡ്, ലൈക്ക് ഇറ്റ്സ് എ ബിസിനസ്. ലൈക്ക് യു ആർ ട്രേഡിങ് സംതിങ് ഫ്രം വൺ പോയിന്റ്, യു ആർ യു ഹാവ് ടു റീച്ച് ദെയർ സേഫ്ലി. ഒരു ലോറി പോലെ തന്നെ ലോറിക്കകത്ത് കല്ല് കയറ്റി കൊണ്ടുപോയി സ്ഥലത്ത് നടക്കുന്നു. പക്ഷേ ഇത് ഇച്ചിരി വലിയൊരു ബിസിനസ് ആയതുകൊണ്ട് അതിനൊരു വലിയ ഷിപ്പുണ്ട്, അതിനൊരു ശമ്പളമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ കേട്ടിട്ടുണ്ട് വളരെ റിച്ച് ലൈഫാണ്, വളരെ നല്ല സുഖമുള്ള ലൈഫാണ്. സോ ഹൗ ഡു യു ഫീൽ സ്ട്രെസ് ഇൻ ദാറ്റ് എന്നാണ് ഞാൻ പറഞ്ഞു. ഇത് പറച്ചില്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല റിച്ച് ലൈഫ് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടി റിച്ച് ആയെന്നാണ് വിചാരിച്ച്. പക്ഷേ കാശ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ജസ്റ്റ് എൻ്റെ അനുഭവം. എനിക്കറിയത്തില്ല ബാക്കിയുള്ളവരുടെ കാര്യം, എൻ്റെ അനുഭവം ഞാനിവിടെ പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കാശ് കിട്ടിയപ്പം ഞാൻ റിച്ച് ആയില്ല. ജസ്റ്റ് ബാങ്കിലുണ്ട്,
പക്ഷെ ഞാൻ പോകുന്ന വഴി അല്ല എൻ്റെ മനസ്സ് പോകുന്ന വഴി വെറും വൃത്തിയായിട്ട് രീതിയിലൂടെ പോകുന്നെങ്കിൽ എന്ത് റിച്ച്നെസ്സാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും വഴി. അപ്പോൾ യോഗ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിൽ യോഗ എന്ന് പറയുന്നത് ഈ പതഞ്ജലിയുടെ യോഗ ഞാൻ കണ്ടുകൊണ്ട് ഈ പുള്ളി ഇങ്ങനെ കപാലഭാതി അടിക്കുന്നത്, ഇങ്ങനെ കൈയും കാലൊക്കെ വളയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ നമ്മുടെ കൊച്ചിലോട്ട്. സോഷ്യൽ സിറ്റുവേഷൻ നമ്മളെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് എന്തോ ഒരു വൃത്തിട്ട വഴിയാണ്. വൃത്തിട്ട വഴിയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആരും അങ്ങനെ ചെറുപ്പക്കാർ പോകേണ്ട വഴിയല്ല. ബേസിക്കലി പറഞ്ഞാൽ ചെറുപ്പക്കാർ പോകേണ്ട, ചെറുപ്പക്കാർക്ക് വേറെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ് ഒന്നും ചെയ്യാനില്ലാതെ ചെയ്യുന്നൊരു സംഭവമാണ് യോഗയായിട്ട് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ ഇങ്ങനെ തപ്പൽ കൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല. ഒരു ദിവസം ഒരു വീഡിയോ കണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെയും വിശ്വസിക്കത്തില്ല. ആര് പറഞ്ഞാലൊന്നും വിശ്വസിക്കാത്ത ടൈപ്പായിരുന്നു. അപ്പോൾ സദ്ഗുരു സദ്ഗുരുവിന് എനിക്ക് ഒന്നും അറിയത്തോലില്ല. സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ സദ്ഗുരു അതിനകത്ത് പറഞ്ഞു ഇതുപോലെ എൻ്റെ ഉപയോഗിച്ചില്ല, എന്തോ ഇൻസ്പയർ ചെയ്തത് എക്സ്പീരിയൻസ് മാത്രമാണ്. എൻ്റെ അകത്തുണ്ടായ എക്സ്പീരിയൻസ് ആണ് എന്നെ ഇൻസ്പയർ ചെയ്ത് ചെയ്യാൻ, അല്ല സദ്ഗുരുവിൻ്റെ ടോക്ക് പോലും അല്ല. സദ്ഗുരു ജസ്റ്റ് ഒരു ഡയറക്ഷൻ തന്നു. അതായത് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കറക്റ്റ് കോട്ട് ചെയ്യുവാണെങ്കിൽ പുള്ളി പറഞ്ഞു, ഇഫ് യു ഡു അംഗമർദ്ദന ഫോർ 2 years യു കുഡ് റൺ അപ്പ് ടു എനി മൗണ്ടൻസ്. ദിസ് വാസ് ദ വേർഡ്സ്. സോ ഞാൻ ആലോചിച്ചു, ഈ താടിക്കാരൻ എന്തോ ഈ പറയുന്നത്, കൊള്ളാമല്ലോ. അപ്പം ഞാൻ ആ സമയത്ത് വീക്കായിട്ട് എൻ്റെ ബോഡിയൊക്കെ വീറ്റാ, കൂട്ടുകാരനോട് അറിയാലോ ഞാൻ പറഞ്ഞ കലാപരിപാടി സിമ്പിള്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ വേറെ രീതിയിലൊന്നും പോയിട്ടില്ല. സാധാരണ രീതിയിൽ കുറച്ച് മദ്യപാനം, അതൊക്കെ ഉള്ളു. പുകവലി അല്ല, അതിൻ്റെ കൂടിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കൽസിനൊന്നും പോയിട്ടില്ല. ഇതേ ഉള്ളു കാര്യങ്ങൾ. പക്ഷേ ഇതാണേലും എനിക്ക് മനസ്സിലായി തുടങ്ങി ഹാപ്പി അല്ലെന്ന് അകത്തുനിന്ന്. അത് എല്ലാവർക്കും മനസ്സിലായി. എൻ്റെ ഒരു ഭാഗ്യത്തിന് എനിക്ക് മനസ്സിലായി ഇതല്ല ഹാപ്പിനെസ്. അപ്പോൾ ഇതുകൊണ്ടല്ല യോഗ വന്നത്. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ട്, ശരീരമൊക്കെ പോയി തുടങ്ങി. കണ്ടപ്പം ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി, പഴുത്തു തുടങ്ങി. നേരത്തെ സ്കൂളിൽ വളരെ അത്ലറ്റിക് ആയിരുന്നു? ഇല്ല, ഞാൻ ഒരു 17 വയസ്സുവരെയൊക്കെ നല്ല ക്രിക്കറ്റൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 27 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി, കാണുന്നവരൊക്കെ പറഞ്ഞു തുടങ്ങി, നീ പഴുത്തു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ അതാണ് ഒരു ഭാഷ നമ്മുടെ കേരളത്തിൽ. കൂട്ടുകാരോടൊക്കെ നടക്കുമ്പോഴത്തേക്ക് എന്തോ പറ്റി നിനക്കെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവർ ചോദിക്കുന്നതിൻ്റെ മാത്രമല്ല, എനിക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ നമ്മൾ എന്തോ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ബസ്സിൻ്റെ പുറകെ ഓടുമ്പോഴത്തേക്ക് നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു വേർഡ്സാണ് ഇൻസ്പയർ ചെയ്തത്. റിയലി സദ്ഗുരു പറഞ്ഞു. അപ്പോൾ എന്ന് ചോദിച്ചാൽ ഇന്ന് ഈ താടിക്കാരനെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അതായിരുന്നു എൻ്റെ ഇത്. അല്ലാതെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ തപ്പി അംഗമർദ്ദന ചെയ്തു. എങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളി അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിലെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാനത് അപ്പോൾ തന്നെ യൂട്യൂബ് നോക്കി. എന്തോന്ന് യൂട്യൂബിലെല്ലാം ഉണ്ടല്ലോ. യൂട്യൂബിൽ നോക്കി പിന്നെ നമ്മളിപ്പോൾ റിവ്യൂ നോക്കുന്ന പോലെ നമ്മൾ എല്ലാ കാര്യം നോക്കുന്ന ബാക്കിയുള്ളവരുടെ അഭിപ്രായം നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ കമൻറ്റ് നോക്കി. കമൻറ്റിൽ ഒരു 95% ആൾക്കാർക്കും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞേക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി, അല്ലെങ്കിൽ ആഗ്രഹം തോന്നി അത് ചെയ്യണമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കുട്ടി ഇപ്പോൾ ഹട്ടേ ടീച്ചേഴ്സ് ഒരുപാട് പേരൊന്നും ഇല്ല. അന്ന് കേരളത്തിൽ മുക്കിലും മൂലയിലും ഓർമ്മേ ഉള്ളൂ. അപ്പം എവിടെ ചോദിച്ചാലും പറ്റുന്നില്ല, അല്ലെങ്കിൽ ബുക്ക്ഡ് ആണ് എന്നൊക്കെ. അപ്പോൾ ഒന്നുകൂടെ എക്സൈറ്റഡ് ആയിരുന്നു. ഇതെന്ത് ഈ സാധനം, ഇത്രയും ഡിമാൻഡുള്ളതാണ്, എന്താ ഈ സാധനം. അങ്ങനെ ഒന്നും നോക്കിയില്ല, ആശ്രമത്തിൽ പോയി ചെയ്തു. നേരെ ഡയറക്റ്റ് ഷിപ്പിൽ നിന്ന് ലീവിന് വന്നു. ആരും പറഞ്ഞില്ല, ഫ്രണ്ട്സിനോടൊന്നും പറഞ്ഞില്ല, പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഡയറക്റ്റ് വണ്ടി കയറി ആശ്രമത്തിൽ ആശ്രമത്തിൽ പോയി ചെയ്തു. ആശ്രമത്തിൽ പോയിട്ട് നളന്തയിൽ നിന്നാണ് ചെയ്തത്. 3 ദിവസവും എടുത്ത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ ഇരിക്കുന്ന ഇപ്പം പറയുന്ന പോലെ ആ ഹട്ടവ ടീച്ചറിൻ്റെ ഇരിപ്പും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. അപ്പോൾ ഞാൻ ഇതെന്തോ ഉണ്ടോ, അപ്പോഴും കള്ളത്തരമാണോ എന്നൊക്കെയുള്ള മൈൻഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തോ ഭാഗ്യത്തിന് കുറച്ചാൾ പ്രാക്ടീസ് ചെയ്തു. എനിക്കറിയണമായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന്. പക്ഷേ ഇതൊരു വഴിയാണ്, എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു വഴിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒരു 6 മാസം അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ഓടിക്കയറാൻ തുടങ്ങി. ഞാൻ 3 സൈക്കിളിൽ പോയി ഒറ്റയ്ക്ക്, അറൗണ്ട് 200 kilometers ഫ്രം മൈ ഹോം. കിലോമീറ്ററിൻ്റെ അല്ല, ഞാൻ ആ യാത്രയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഇത്. എന്താ വെച്ചാൽ ഒരു സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പം അത് ശരീരം മാത്രമല്ല, നമ്മുടെ മനസ്സാണ്. 100 മീറ്റർ കൂടുമ്പോൾ തിരിച്ചു പോകുമെന്ന് പറയും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു 1500-1600 മീറ്റർ ഉയരത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എലിവേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, തിരിച്ചു പോകുന്ന എന്തോ കാണിക്കുന്നത്. പക്ഷേ ഇല്ലല്ലോ, എനിക്ക് എത്തണം. അത് ഭയങ്കര ഒരു എഫേർട്ട്ലെസ് ഇല്ലാതെ പോകാൻ പറ്റി. ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ഇൻ ബിറ്റ്വീൻ വരും, പറയും, ഡിസ്റ്റർബ് ചെയ്യുമെങ്കിലും പക്ഷേ ആ യാത്ര ഭയങ്കര സുഖമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ ചെന്ന് ഒരു 1/2 മണിക്കൂർ ഇരുന്നു പീക്കിൽ. ഞാൻ സൈക്കിൾ വെച്ചിട്ട് ഇരുന്നിട്ട് ഞാൻ കുറച്ച് ഇമോഷണലായി. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, എൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനോടായിരുന്നു എൻ്റെ ഇമോഷൻ. സദ്ഗുരുവിനോട് പോലും അല്ലായിരുന്നു. ആ പ്രോസസ്സിനെ ഞാൻ അതുപോലെ ഒന്ന് എന്തോ പറഞ്ഞു ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്താ വെച്ചാൽ നീയാണ് എന്നെ ഇവിടെ കയറ്റിയത് എന്നുള്ള രീതി. എന്താ വെച്ചാൽ അത് ഹെൽപ്പ് ചെയ്തന്നെ.
പിന്നെ ഞാനിങ്ങനെ ബാഡ്മിൻ്റൺ ഒക്കെ കളി, ഈ ആർമി എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നും ഭയങ്കര ഫിറ്റാണെന്നോ കാണിക്കുന്ന ആൾക്കാരാണ്. കാണിക്കുന്നില്ല, അവരാണ് ഈ കമാൻഡോസൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവരോട് എന്തെങ്കിലും ഒരു ഗെയിം, ഒരു ഷട്ടിൽ കളിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റുള്ളിൽ ഞാൻ അണച്ച് താഴെ വീഴും. അവരോട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങി എന്തോ നീ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായി, സ്വന്തം എക്സ്പീരിയൻസിൽ. അപ്പോൾ അന്ന് തൊട്ടേ ആഗ്രഹമുണ്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഹട്ട എത്തിക്കണമെന്ന്. പക്ഷേ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം, ജോലി പ്രശ്നം, അന്ന് പെട്ടെന്ന് ജോലി എനിക്ക് ഇട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പോഴും എല്ലാം ശരിയായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആലോചിച്ചു, ഈ ശരീരം ഈ സമയത്ത് ഓക്കെയാണ്, ചെയ്യാൻ പറ്റും. ഇനി ഒരു സമയത്ത് എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല ശരീരം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞാണ് അങ്ങനെ ടീച്ചർ ട്രെയിനിങ് ചെയ്തത്. അപ്പോൾ റിയലി എന്നെ ഒരു ഹട്ട ചെയ്യിപ്പിച്ചത് മെയിൻലി ഹട്ട പ്രാക്ടീസാണ്. അത് ഏതാണെങ്കിലും അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ്. സദ്ഗുരു പറഞ്ഞത് ഞാൻ ചെയ്തപ്പോൾ നടന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമില്ല, ഇതെനിക്ക് കൊടുക്കാം, എന്താ ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഇതിനകത്ത് കളത്തരൊന്നും ഇല്ലല്ലോ, ആരെന്ത് വേണേൽ പറഞ്ഞോട്ട് കൊടുക്കാമെന്നുള്ള ഇത് വെച്ചാണ് പഠിച്ചത്. ഞാൻ ചോദിച്ചോട്ടെ, അംഗമർദ്ദനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലും പറയും? മീൻസ് ജസ്റ്റ് സോ ദാറ്റ് മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത് അംഗമർദ്ദനം എന്താണെന്ന് ആരും. അംഗമർദ്ദനം എന്ന് പറഞ്ഞാൽ സദ്ഗുരു പറഞ്ഞ ഒരു യോഗിക് വർക്കൗട്ടാണ്. എന്ന് പറഞ്ഞാൽ യോഗീസ് അവരെ ബോഡി പ്രിപ്പയർ ചെയ്യുന്ന രീതി, നമ്മളിപ്പം സാധാരണ രീതി ഒരു അത്ലറ്റ് പ്രിപ്പയർ ചെയ്യത്തില്ല, റണ്ണിങ് ചെയ്യുന്ന ഒരാൾ സ്വന്തം ശരീരം എക്സസൈസ് വെച്ച് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു യോഗിയായി മാറണമെങ്കിൽ, യോഗി എന്ന് സദ്ഗുരു പറയുന്ന പോലെ നമ്മുടെ ഒരു യൂണിയനിലോട്ട് എത്തണമെങ്കിൽ നമ്മുടെ ശരീരം ആദ്യം ഒരു നല്ല ഷേപ്പിലായിരിക്കണം. അപ്പോൾ അതിനൊരു ബേസിക് അലൈൻമെൻറ്റ് വേണം ശരീരത്തിന്. അപ്പോൾ ഈ കാലത്ത് മനുഷ്യർക്ക് അതില്ല. എന്താ വെച്ചാൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിത രീതിയാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന രീതി തൊട്ടാണെങ്കിലും, ഒരു ചെയറിൽ ഇരിക്കുന്ന രീതി തൊട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതായത് നമ്മൾ യോഗയിലോട്ടൊന്ന് നമുക്ക് ഇരിക്കാൻ ആദ്യം പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. സത്യം പറഞ്ഞാൽ അതാണ് അതിൻ്റെ ബേസ്. നമുക്ക് അത് അംഗമർദ്ദനം കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കും. ഇപ്പം മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതല്ലേ, ഒന്ന് ഇരിക്കാനല്ലേ ബുദ്ധിമുട്ട്. തറയിൽ ഇരിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? അപ്പോൾ ഇരുന്നാലേ നമുക്ക് യോഗയിലോട്ട് എന്തായാലും എത്താൻ പറ്റത്തുള്ളൂ, ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ അംഗമർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അലൈൻമെൻറ്റ്, നമ്മുടെ അത് ഫിസിക്കലായാലും മെൻ്റലായാലും എനർജി ആയാലും അത് അലൈൻ ചെയ്യും. കറക്റ്റ് പറഞ്ഞാൽ പൊറോട്ട അടിക്കുന്ന പോലെ അടിച്ച് നമ്മളത് അടിക്കണം. പൊറോട്ട അടിക്കുന്ന പോലെയാണ് ദിവസം നമ്മൾ ഇത് ചെയ്യുന്നത്. ചെയ്ത് വരുമ്പം ഇത് അലൈൻമെൻറ്റും. അത് എൻ്റെ അനുഭവമാണ്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പഠിപ്പിക്കുമ്പോൾ അംഗമർദ്ദനാണ് ഭയങ്കര ത്രില്ല അത് പഠിപ്പിക്കുമ്പോൾ. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഒരു പ്രായം മീൻസ് യങ്സ്റ്റേഴ്സ് ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ, അതോ എല്ലാവർക്കും? അങ്ങനെയൊന്നുമില്ല. ഫ്ലെക്സിബിലിറ്റി ഒരു മാറ്ററേ അല്ല അംഗമർദ്ദനം എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. സത്യം പറഞ്ഞു ഫ്ലെക്സിബിലിറ്റി ഒരു ഭാഗം മാത്രമാണ്. അത് പതിയെ വരായിരിക്കും. പക്ഷേ നമ്മൾ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഈ പറഞ്ഞ ഡയമെൻഷൻസ്, നമ്മുടെ ഫിസിക്കലാണെങ്കിലും മെൻ്റലാണെങ്കിലും എനർജിയാണ് ഏറ്റവും കൂടുതൽ. ഈ 3 ഡയമെൻഷൻസ് ഭയങ്കര രീതിയിൽ എൻഹാൻസ് ചെയ്യും. അത് നമ്മൾ കുറച്ചാൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ തന്നെ ഞാനിപ്പോൾ ക്ലാസ് എടുത്ത് കുറേ ആൾക്കാരുടെ അനുഭവം കേട്ട് ഞാൻ പോലും ഞെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു എനിക്ക് പോലും ഇല്ലാത്ത അനുഭവം അവർക്ക് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് അതാ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഹൈ എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ എന്തും ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അണ്ണൻ അംഗമർദ്ദനം കഴിഞ്ഞ് നേരിട്ട് ഹഠയോഗ ടീച്ചർ ട്രെയിനിങ്ങിന് പോയോ, ഓർ ഡിഡ് യു ഡു സം അതർ പ്രോഗ്രാംസ് ബൈ ഈഷ? Yes, I did many programs. Like when I get the experience of Angamardana, then I start exploring. പിന്നെ എനിക്കൊരു ഹരമായിരുന്നു. എന്താ വെച്ചാൽ ഓക്കെ ഇപ്പം ഇത് കള്ളത്തരമല്ല. അപ്പോൾ പതിയെ ഞാൻ പിന്നെ സൂര്യക്രിയ ചെയ്തു, പിന്നെ യോഗാസനം ചെയ്തു. എല്ലാ ഹഠയോഗ ചെയ്തിട്ടാണ് ഫൈനലി എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് എനിക്ക് കൊടുക്കാവുന്നത്. അല്ല അംഗമർദ്ദനം മാത്രമല്ല, യോഗാസനമൊക്കെ ഭയങ്കര പവർഫുള്ളാണെന്ന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ അതായിരിക്കും ഞാൻ യോഗാസനമൊക്കെ ഞാൻ ഷിപ്പിൽ എൻ്റെ അനുഭവം പറയുന്നത്, ഞാൻ ഷിപ്പ് കാരണം ഇങ്ങനെ റോൾ ചെയ്യുന്നൊരു സമയമൊക്കെ ഉണ്ട്. ചില സമയത്ത് ചില ബാഡ് വെതർ എന്ന് പറയാതെ നമ്മൾ റോൾ ചെയ്യും. ഷിപ്പ് ഹെവി വെതർ സമയത്ത് ഷിപ്പ് കിടന്ന് റോൾ ചെയ്യും. ചില സമയത്ത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു ആ പ്രോസസ്സ്. അതുകൊണ്ട് ഞാൻ ചിലപ്പം ഷിപ്പ് കിടന്ന് റോൾ ചെയ്യുന്ന സമയത്ത് വൃക്ഷാസനത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ആ പ്രോസസ്സ്. അത്ര എന്താ വെച്ചാൽ എനിക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലായി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് നമ്മുടെ ജോലിക്ക് പോയി, എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഒരു കൺട്രോൾ റൂമിൽ പോവുകയാണെങ്കിൽ അവിടെ ട്രാഫിക് എന്ന ഷിപ്പിലാണല്ലോ. അപ്പോൾ ട്രാഫിക്കും കാര്യമുണ്ട്. നമ്മളവിടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. നമ്മുടെ ഓൾ സെൻസസും നമ്മുടെ അകത്തും എല്ലാം ഔട്ട്. നമുക്കത് കറക്റ്റ് നമ്മുടെ ആ ഒരു തീരുമാനങ്ങൾ മെയിൻലി പെട്ടെന്ന് വരും. ഭയങ്കര റിഫ്ലക്സ് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തേനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഭയങ്കര സഹായം ചെയ്യുന്ന പ്രോസസ്സാണ്. നേരത്തെ അതില്ലായിരുന്നു. യോഗയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടും. നമ്മൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് തന്നെ ഓപ്പറേഷൻസാണ്. ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ ഒരു ഓപ്പറേഷൻ ഭയങ്കര രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കും. അപ്പോൾ നമ്മൾ അതുപോലൊരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോമിലായിരിക്കണം നമ്മുടെ മൈൻഡ് ശരീരം. അല്ലെങ്കിൽ നമ്മൾ കിടന്ന് പാനിക്കാവും. ഷിപ്പിങ്ങിലുള്ളവർക്കറിയാതെ. അപ്പം ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ എന്നെ സഹായിച്ച ആ ഒരു സ്റ്റെബിലിറ്റിയാണ്. അതായത് ജോലിയാണ് ആദ്യം എനിക്ക് മനസ്സിലായത്. ഞാനിങ്ങനെ എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് സ്റ്റേബിളാണ്.
അപ്പോൾ അണ്ണൻ ഷിപ്പിൽ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ബാക്കി ഓഫീസേഴ്സൊക്കെ ചോദിക്കുമായിരുന്നു? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് വട്ടാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണ് അവിടുത്തെ ഒരു നോർമറി. അതായത് അവർക്ക് ഇതൊന്നും എന്താ പറഞ്ഞൊരു ഫോർബിഡൻ തിങ്. അവർ ഇതിനെയൊക്കെ വേറൊരു രീതിയിലാണ് കാണുന്നത്. എന്താ വെച്ചാൽ അവർക്ക് ഞാനായിരുന്നു അങ്ങനെ ആയിരുന്നു. എന്താ വെച്ചാൽ ജോലി കഴിയുന്നു, പാർട്ടി, അതാണ് അവരുടെ കൾച്ചർ. അത് കുറ്റമല്ല. ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടേ അവരുടെ മനസ്സൊന്ന് റിലാക്സ് ആവാൻ. അപ്പം എനിക്ക് ഈ ഒരു പ്രോസസ്സ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി റിലാക്സ് ആയി. അപ്പം ഞാൻ എൻ്റെ ജോലി, എൻ്റെ ക്യാബിൻ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു നല്ലതായിട്ട് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കുറേ പേര് ഇൻസ്പയർഡ് ആയിട്ടുമുണ്ട്, കുറേ പേര് ചെയ്തിട്ടുണ്ട് യോഗ കണ്ടിട്ട്. എൻ്റെ ഏറ്റവും വലിയ അവിടുത്തെ ഒരു റെവലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഷിപ്പിങ്ങിൽ പോയ കൊണ്ടായിരിക്കും എനിക്ക് ഇത്രമാത്രം എക്സ്പീരിയൻസ് വന്ന യോഗയുടെ. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് 25 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്. 25 കൺട്രി ഐ വിസിറ്റഡ്. സോ ഒരുപാട് മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റി. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഷിപ്പിങ്ങിൽ. ഞാൻ കുറേ പൈസ ഉണ്ടാക്കിയല്ല ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മനുഷ്യരെ കാണാൻ പറ്റി. അപ്പോൾ ഓരോ മനുഷ്യരെ കാണുമ്പം ഞാനത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഒരു കമ്പാരിസൺ അല്ല, ഇയാൾ തമ്മിൽ എന്തോ വ്യത്യാസം, അങ്ങനെയല്ല. പക്ഷേ അയാൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അയാൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അയാൾ എത്രമാത്രം ഇതുപോലെ സ്റ്റേബിളാണ്. അല്ല അയാൾ ഇപ്പോൾ വൈകിട്ട് ഒരു ബിയർ കിട്ടിയില്ല, അയാൾ എത്രമാത്രം ഭ്രാന്ത് പിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇതാണ്. അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ സ്റ്റേബിളായി തുടങ്ങി. എനിക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിയർ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ആൾക്കാർ ഓടി നടക്കുക, ഭ്രാന്ത് പിടിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇതിലൊരു കാര്യമുണ്ടെന്ന്. ഇത് മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഇരുത്താൻ സാധിക്കുന്ന ഒരു ടൂളാണ്. അപ്പം ഇത്രയും ലോകം ട്രാവൽ ചെയ്യുക, പല സ്ഥലത്ത് ട്രാവൽ ചെയ്യുക എന്നുള്ള എല്ലാവരുടെ ഒരു ആഗ്രഹമല്ലോ. സോ മീറ്റിംഗ് സോ മെനി പീപ്പിൾ, വാട്ട് ഈസ് ദാറ്റ് വൺ കോമൺ തിങ് യു ഫൗണ്ട് ദാറ്റ് വി ആർ ഓൾ സീക്കിങ്? അങ്ങനെ വല്ലതും തോന്നിയോ? അതോ അണ്ണന് ലൈക്ക് ഇസ് ദർ സംതിങ് ദാറ്റ്? Yeah, I found the same thing in everyone. Like everyone are seeking for the same thing. What is that? That is something beyond this nature. Something beyond. When you are having a beer also you are seeking for something. When you are doing some yoga also you are seeking for something. Same ആണ്. പക്ഷേ അവരുടെ മെത്തേഡ് ടെക്നോളജി ബിയറാണ്, ഈ ടെക്നോളജി ഡൂയിങ് യോഗയാണ്. അതേ ഉള്ളൂ, സെയിം ആണ്. അവർ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് അവരൊരു 2 മണിക്കൂർ റിലാക്സ് ആവാൻ വേണ്ടി ഇത് കുടിക്കുന്നത്. അല്ലാതെ വേറെ അവർ ക്രിമിനൽസ് ഒന്നും അല്ല. പക്ഷെ അവർ 2-3 ബിയർ കുടിച്ച് അവർക്കൊന്ന് റിലാക്സ് ആണ്, ഈ മൈൻഡ് ഒന്ന് റിലാക്സ് ആവണം. വീട്ടിലൊന്നൊക്കെ ഒന്ന് വിളിക്കണം, ആ 3-4 മണിക്കൂർ അവർ സന്തോഷിക്കണം. ബേസിക്കലി പറഞ്ഞാൽ അതാണ് സന്തോഷം. നമ്മൾ ഈ യോഗ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സന്തോഷം നമ്മുടെ അകത്ത് വരുന്നതുകൊണ്ട് നമ്മൾ യോഗ ചെയ്യുന്നു. അല്ലെങ്കിൽ ആരും ചെയ്യത്തില്ല. നമുക്കൊന്നും കിട്ടാതെ യോഗയും ചെയ്യത്തില്ല, ബിയറും കുടിക്കത്തില്ല, എന്തോ ഒന്ന് കിട്ടുന്നുണ്ട്. ബേസിക്കലി സെയിം ആണ്, നമ്മളെല്ലാം സെയിം ആണ്. ബട്ട് ദ മെത്തേഡ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, നൗ കാരണം പറഞ്ഞല്ലോ അണ്ണൻ വേരിയസ് പ്രോസസ് ചെയ്തു, ലൈക്ക് ആൻഡ് നൗ യു ആർ കണ്ടിന്യൂസ്ലി ടീച്ചിങ് ഹഠ യോഗ ടീച്ചർ, ആസ് എ ഹഠ യോഗ ടീച്ചർ. When was that moment, you know, our practice in the was, or was there a moment where you accepted Sadhguru as your guru, or you felt, you know, there is something beyond? അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു? Many moments. Because ഞാനിത് ആസ്കിങ് നമ്മൾ മലയാളികൾക്ക് ഒരു ഗുരുവിനെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? സോ വാസ് ദേർ എ റെസിസ്റ്റൻസ്? അവർക്ക് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഗുരു എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞ ഒരു വലിയ ഇത് ഞാൻ പറഞ്ഞ പോലെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഗുരു എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ, അത്രയും കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് കേപ്പബിൾ ആണെങ്കിൽ, if you don't need the help, you don't go to the guru. But I need the help because he is the one who took me up from the mess. So that's why I am, you know, considering. Otherwise എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. പക്ഷേ എന്നെ ആ മെസ്സിൽ നിന്ന്, ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് ഇപ്പോൾ 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പല്ലേ ഈ കാലത്ത് മനുഷ്യന്. ഇപ്പോൾ ഒരു സിനിമ കണ്ടില്ലെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു തിയേറ്ററിൽ പോയി ഇന്നൊരു സിനിമ കണ്ടില്ലെങ്കിൽ ചില ആൾക്കാർക്ക് സിനിമ കാണണം. ഒന്നും തെറ്റല്ല ഞാൻ പറയും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാം. പക്ഷേ കണ്ടാലേ നമുക്ക് സന്തോഷം വരും എന്നുള്ളൊരു സ്റ്റേജിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു മനുഷ്യന്. അപ്പോൾ അതായാലും ശരി, ഇപ്പോൾ ബിയർ, കള്ളാണെങ്കിലും ശരി, മദ്യമാണെങ്കിലും ശരി, ഏത് സാധനമാണെങ്കിലും ശരി, ഞാൻ ഉദ്ദേശിക്കുന്ന സബ്സ്റ്റൻസ് മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ വിചാരിക്കുക നമ്മുടെ ലൈഫിൽ ഒന്ന് ഹെൽപ്പ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ ഒന്ന് നല്ലൊരു സിറ്റുവേഷനിലോട്ട് എത്തിക്കുന്ന ഒരാളാണെങ്കിൽ യു ജസ്റ്റ് ട്രൈ ഇറ്റ്. അത് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതെനിക്ക് വർക്കാവുന്നുണ്ട്. പുള്ളി എന്നെ ആ മെസ്സിൽ നിന്ന്, ഞാൻ പറഞ്ഞ പഴയ എനിക്ക് തോന്നിയിട്ടുള്ള മെസ്സ്, ഞാൻ പറഞ്ഞത് മെസ്സ്, ബാക്കിയുള്ളവർക്ക് മെസ്സാന്നല്ല പറയുന്നത്, എനിക്കത് മെസ്സായിരുന്നു. എന്താ വെച്ചാൽ എന്തോ ഇത് സെയിം കാര്യം ചെയ്യുന്നത് നമുക്ക് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ആ സൈക്കിളിൽ തന്നെ മോശ രീതിയിൽ തന്നെ എനിക്ക് തോന്നി തുടങ്ങി ഞാൻ മോശ രീതിയിൽ തന്നെ പോവാണ്. അപ്പോൾ ആ ഒരു മോശ രീതിയിൽ നിന്ന് എന്നെ മാറ്റിക്കൊണ്ടുവന്നത് സദ്ഗുരു തന്നെ. സോ ഹീസ് മൈ ഗുരു. അതിപ്പോൾ ആര് വിചാരിച്ചാലും ഇല്ലല്ലോ. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അണ്ണൊരു വെൽ പേയിങ് ജോബ്, ഒരു മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നു, നല്ല സാലറി കിട്ടുന്നു, ഐ എം ഷുവർ അതർ അക്കൗണ്ട് എവറിത്തിങ് യു വുഡ് ഹാവ് ഗോട്ട്. അതിൽ നിന്നൊരു ഹഠയോഗ ടീച്ചറായിട്ട് യുനോ ട്രാൻസിഷനിങ് എന്ന് പറയുമ്പം ഫോർ യു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആ ഒരു ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് വരുമ്പോൾ വി ചെറിഷ് ദാറ്റ്, ഫോർ us ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. പക്ഷേ അണ്ണൻ്റെ പേരൻസ് ആയാലും ആസ് എ സൊസൈറ്റി, വെൻ യു ഹൗ വെർ യു ഏബിൾ ടു മേക്ക് ദാറ്റ് ചോയ്സ്, ആൻഡ് മോർ ദാൻ യുവർ എക്സ്പീരിയൻസ്, ഹൗ വെർ യു ഏബിൾ ടു allow
എല്ലാവരും എങ്ങനെ സമ്മതിപ്പിച്ചു, ഓർ യുവർ ലൈക്ക് സമ്മതിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഐ നീഡ് ടു? ഇല്ല, ഞാൻ സമ്മതിപ്പിക്കേണ്ട അതൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് മൈ ഫാമിലി ഈസ് ഓൾസോ സപ്പോർട്ടിങ്. ലൈക്ക് ഐ ഹാവ് എ മദർ, ലൈക്ക് ഷീ ഈസ് സപ്പോർട്ടിങ്. She don't know. Actually, she's not supporting. She don't know. But she's okay. സിസ്റ്റേഴ്സ് ഓൾറെഡി അവർക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഇന്ന് മെർച്ചന്റ് നേവി വർക്ക് ഷിപ്പിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ്? അത് മൊമെന്റ്സ് ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല മേ ബി സോഷ്യലി അത് അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇനി എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അക്സെപ്റ്റ്, ഞാനീ പറഞ്ഞ എൻ്റെ അകത്ത് ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഞാൻ അത്ര പെട്ടെന്നൊരു ഇതായ ആളൊന്നുമല്ല. എൻ്റെ മനസ്സിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ജോലി കിട്ടാൻ എന്താവും, പൈസ ഇല്ലാതാവും, മെർച്ചന്റ് നേവി ക്യാപ്റ്റൻ, അത്രയും ശമ്പളം എൻ്റെ കൂട്ടുകാർ മേടിക്കുന്നു, സത്യമായിട്ടും വരും, അതെല്ലാം ഇൻ്റലക്ച്വലി വരും. പക്ഷേ നമ്മൾ ചില സമയത്ത് ഞാൻ സദ്ഗുരു പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനൊരു സംഭവം ഞാനിത് ഓഫർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഞാനീ പറഞ്ഞു ഇത് ഓഫർ ചെയ്തിട്ട് എന്നോട് പറയുന്നൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട്. അവരുടെ ലൈഫ് മാറുന്ന ഞാൻ കാണുന്നത്. ഇത് ടച്ചിങ് ലൈഫ് ഇതാണ്. അപ്പം ഇത് സദ്ഗുരു എനിക്കത് മനസ്സിലായി. സദ്ഗുരു ഇത് ഈ ഓഫർ ചെയ്തെങ്കിൽ ഞങ്ങൾക്കിത് നീ വാ, ഇത് നിങ്ങൾ കൊണ്ടുപോയി ഇത് ബാക്കിയുള്ളവർ എത്തിക്കാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അത് സദ്ഗുരു എനിക്ക് തന്നൊരു വലിയൊരു കാര്യമാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ സദ്ഗുരുവിന് വേണ്ടി അതാണ് ചെയ്യുവാണെന്ന്, സദ്ഗുരുവിൻ്റെ ഒരു ഇതാണ്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി സദ്ഗുരുവിന് ആരെയും കിട്ടും, പക്ഷെ ഞാൻ ആ വർക്കിൻ്റെ പാർട്ടാവുമെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ളത് വലിയൊരു കാര്യം. പക്ഷെ അത് പെട്ടെന്നെടുത്ത തീരുമാനമല്ലേ പോലും കുറേ സ്ട്രഗിൾ ചെയ്തു എൻ്റെ മനസ്സിൽ. വീട്ടുകാരെ സമ്മതിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്നെ സോഷ്യൽ സിറ്റുവേഷൻ അതിനേക്കാളും എൻ്റെ അകത്ത് ഇത് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു വിഷമം തോന്നരുത്. ഞാനത് ഓഫർ ചെയ്യുന്ന സമയത്ത് ജ്യോതിയമ്മ കപ്പലിൽ പോയാൽ മതിയായിരുന്നു, അവിടെ നല്ല കാശുണ്ടായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പോയി, എല്ലാ പ്രോസസ്സും പോയി. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ സംയമ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു 8 ദിവസത്തിൽ ഏതോ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു. സദ്ഗുരുവിൻ്റെ 8 ദിവസം ഇരുന്നപ്പം അത് സദ്ഗുരുവിൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു വേറൊന്നുമല്ല, സംയമ പോലൊരു പ്രോസസ്സ് സദ്ഗുരുവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ എനിക്ക് ഹട്ട ഒന്നുകൂടി എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാൽ സദ്ഗുരു അതിനകത്ത് പറഞ്ഞു സംയമ ചെയ്യണമെങ്കിൽ ഹട്ട വേണമെന്ന്. അപ്പം ഞാൻ അയ്യോ ഹട്ട അപ്പോൾ എന്തുവാ അന്ന് എൻ്റെ മനസ്സിൽ വന്നു. സംയമ പോലൊരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഹട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹട്ടയോട് അത്രമാത്രം സ്നേഹം അല്ലെങ്കിൽ ആ റെസ്പെക്റ്റ് തോന്നി. അതാണ് അപ്പോൾ ഞാൻ തീരുമാനിച്ചത് എന്നാൽ പിന്നെ ഹട്ട ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബേസിക്കലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ ആൾക്കാർ ഇത് എത്തിക്കുകയും ചെയ്യണം. എത്തിച്ചാൽ എനിക്ക് ഉറപ്പാണ് 100% ഇത് വർക്കാവും. പിന്നെ ഒന്നും നോക്കിയില്ല, തീരുമാനിച്ചു. അന്നത്തെ ആ തീരുമാനം ഇതുവരെ മാറിയിട്ടില്ല, പക്ഷെ അതിന് മുമ്പുള്ള തീരുമാനങ്ങൾ പലവട്ടം മാറിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അണ്ണൻ തീരുമാനിച്ചു ഹഠയോഗ ട്രെയിനിങ്ങിനെ കുറിച്ച് യു ഷെയർ ദാറ്റ് 5 months അല്ലേ ഹഠയോഗ? 5.5 months. 5.5. അപ്പോൾ ഐ എം ഷുവർ യു ആർ നോട്ട് ഏബിൾ ടു ഷെയർ എവറിത്തിങ്, ബട്ട് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ആ പ്രോസസ്? വാസ് ഇറ്റ് വെരി എഫേർട്ട്ലെസ് ഫോർ യു ഓർ വാസ് ഇറ്റ് എ സ്ട്രഗിൾ? കുറച്ചൊന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സമയം കഴിഞ്ഞൊന്നും ആലോചിച്ചില്ല. ഇതുപോലെ രജിസ്റ്റർ ചെയ്തു, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ പോകുന്നത്. മനസ്സിനോട് എന്നോട് പറഞ്ഞു മോനെ നീ എന്നോട് പറയരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, ഇതിനെന്നാ പോകുന്നത്. ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞു ഇതുപോലെ ദർ ഇസ് എ ഇൻ്റർവ്യൂ ഫോർ ദ ഹഠയോഗ ടീച്ചിങ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതുപോലാണ് കാര്യങ്ങൾ. എനിക്കറിയായിരുന്നു പാസ്സാവുമെന്ന്. എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലറിയായിരുന്നു ഇതെന്തായാലും ഈ ഒരു വഴിയിലോട്ടാണ് ഞാനെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു ഉൾവിളി എന്ന് വേണം പറയാം ഉണ്ടായിരുന്നു. അപ്പം പോയി. അപ്പോൾ തന്നെ ഞാൻ സത്യം പറയാമല്ലോ എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു ടീച്ചർ ട്രെയിനിങ്. അവിടെ ചെന്ന് ഞാൻ ചെയ്തുകൊണ്ടൊന്നും പറയാമല്ലോ, പക്ഷേ ഞാൻ അവിടെ ചെന്ന് 108 സൂര്യശക്തിയൊക്കെ ഞാനൊരു 2 മാസം കൊണ്ട് ഞാനവിടെ ചെയ്യാൻ തുടങ്ങി, ദിവസം ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോസസ്സാണ്. അതാണ് ബേസിക്കലി. ഞാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ സൂര്യശക്തി ചെയ്യത്തില്ലല്ലോ. 108 സൂര്യശക്തി ചെയ്യുന്നതിൻ്റെ എനർജി ലെവൽ കൂടുന്നു, ഭയങ്കര രീതിയിലാണ് ട്രെയിനിങ് പോയത്. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പനിയൊക്കെ വന്നു അവിടെ നിന്നപ്പം. അത് വലിയൊരു പനിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഡൗൺ ആയി ചെയ്യുന്ന സാധന വയസ്സ്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലും ഡൗൺ ആയില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്. പക്ഷെ അതെല്ലാം നല്ലതായിട്ട് പോയി സദ്ഗുരുവിൻ്റെ ഒരു ഗ്രേസും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മെയിൻലി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വരുന്ന മാക്സിമം ആൾക്കാരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു സദ്ഗുരുവിൻ്റെ ഒരു പാട്ടാവാൻ, ഈ ഒരു വർക്കിൻ്റെ ഒരു പാട്ടാവാൻ. അതാണ് അവർ ആഗ്രഹം. അല്ലെങ്കിൽ ടീച്ചർ ആവാനോ അല്ലെങ്കിൽ ഒരു യോഗ ടീച്ചർ ആവാനൊന്നും അല്ല മാക്സിമം ആൾക്കാർ വരും. ഈ ഒരു കാര്യം ആൾക്കാരിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ. എന്താ വെച്ചാൽ അവിടെ വരുന്ന എല്ലാവർക്കും അറിയാം ഇത് വർക്കാവുന്നു. അപ്പം ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയും വർക്കാവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഏണിങ്. അപ്പോൾ ഈ ഒരു സാധനത്തിന് എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻറ്റൻഷൻ അകത്തുള്ളതുകൊണ്ട് മാക്സിമം ആൾക്കാരും താഴെ പോകത്തില്ല. അല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഇൻറ്റൻഷനൊക്കെ ഉണ്ടായാലും ഇത് അങ്ങനെ വേണം, ഞാൻ ഇങ്ങനെ വേണം, ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പല രീതി ബാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്നെ ബാക്കിയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമേ വന്നിട്ടില്ല, സ്ട്രഗിളൊന്നും വന്നിട്ടില്ല. പിന്നെ ഫിസിക്കലി ഞാൻ പറഞ്ഞ ആ ഒരു പനി സമയത്ത് കുറച്ച് ഞാൻ സ്ട്രഗിൾ ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു 10-20 ദിവസം ശരിക്കും സ്ട്രഗിൾ ചെയ്തു. പിന്നെ എൻഡ് ഓഫ് ദ ട്രെയിനിങ് അത് ശരിയായി. അപ്പം അവിടുന്ന് വന്ന് അണ്ണൻ ഇറങ്ങിയിട്ട് ലൈക്ക്
എങ്ങനെയായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും? ലൈക്ക് വാസ് ദർ ആൻ അപ്രിഹെൻഷൻ ടു കണ്ടക്ട് എ ഫസ്റ്റ് ക്ലാസ് ഓർ? സത്യം പറഞ്ഞാൽ ഞാൻ ഇതോടെ പറയാം, ഞാനിത് പറഞ്ഞപ്പോൾ പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ പഠിപ്പിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. ഞാൻ ട്രെയിനിങ് ചെയ്യണം, പക്ഷേ സദ്ഗുരു ഇങ്ങനെ ഒരു എന്നോട് ഞാൻ പറഞ്ഞു, സദ്ഗുരുവിനോട് ഞാൻ അകത്തുനിന്ന് സദ്ഗുരു ഞാൻ ഇത് ചെയ്യാൻ പോവാ, മേ ബി ഞാൻ നല്ലൊരു ടീച്ചർ ആവത്തില്ല, പക്ഷേ എനിക്ക് പ്രോസസ്സ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഈ 6 months. ചിലപ്പോൾ ഞാൻ ചെയ്യാം, അല്ലാതെ എനിക്ക് തോന്നണം ഞാൻ പഠിപ്പിച്ചാൽ വർക്കാവുമെന്ന്, അല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ പഠിപ്പിക്കത്തില്ല. അതായിരുന്നു എൻ്റെ തീരുമാനം. അവിടെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി, എന്താ വെച്ചാൽ എൻ്റെ അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരാളെ പോലും കിട്ടത്തില്ല ആദ്യമൊന്നും. അതുള്ള രീതി അവർ അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് 1 മാസത്തിനുള്ളിൽ എടുക്കണമെന്ന്. ഞാൻ എവിടെ നിന്ന് എടുക്കാനാണ്? ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചു, പെങ്ങളോടൊക്കെ എടുക്കാം, പക്ഷേ പെങ്ങളോട് ഞാൻ പറഞ്ഞു 2 പേരൊക്കെ 3 പേരൊക്കെ റെഡിയാക്കി വെക്കാൻ. പക്ഷേ ഞാൻ എൻ്റെ സർപ്രൈസിംഗ്ലി ഞാൻ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. ചെറിയ ക്ലാസ് 3, 4. ഞാനപ്പം ഇരിക്കാൻ തുടങ്ങി അവരോട്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഭയങ്കര എക്സ്പീരിയൻസ് ഇൻ സെൻസ് സദ്ഗുരു പറഞ്ഞ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. എൻ്റെ അകത്ത് നടക്കാൻ തുടങ്ങി, അവരുടെ അകത്ത് നടക്കാൻ തുടങ്ങി. അതവർ പറയാൻ തുടങ്ങി. നമുക്കറിയാലോ, അവർ എന്നോട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ, കള്ളം പറയേണ്ടല്ല, സദ്ഗുരുവിനെ പൊക്കി പറയേണ്ട കാര്യമില്ല. അവർ പൈസ കൊടുത്തിട്ട് പഠിക്കുക. അപ്പോൾ അത് അവർക്ക് വർക്കായില്ലെങ്കിൽ അവർ വർക്കായില്ലെന്നല്ല മിണ്ടായിരുന്നാൽ മതി. പക്ഷെ അവരെന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയത് പല രീതിയിലുള്ള മാറ്റങ്ങൾ. അവരുടെ ഫിസിക്കലി, മെൻ്റലിയാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. മെൻ്റലി അവർ കുറേ ആൾക്കാരുണ്ട്, പല രീതിയിലുള്ള ഡിപ്രഷൻസ് പോലും അവർക്ക് ചില ആൾക്കാരൊക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി സത്യം പറയാലോ. മേ ബി 2 മാസത്തിനുള്ളിൽ ഞാൻ തീരുമാനിച്ചു പഠിപ്പിക്കണം. 2 മാസം വരെ ഞാനൊരു ചെറിയ നോക്കട്ടെ ഞാനിത്, അത് പ്രോസസ്സിൻ്റെ ഇതുകൊണ്ടല്ല, എൻ്റെ എന്തെങ്കിലും കുറവുണ്ട്, ഞാൻ ചിലപ്പോൾ പഠിപ്പിക്കുന്നത് ശരിയായില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കത്തില്ല എന്നൊരു തീരുമാനമായിരുന്നു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ജോയ്ഫുള്ളായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഫുൾ ഇൻവോൾവ്മെൻറ്റോടെ പഠിപ്പിച്ച് എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പരിപാടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇത്രയും ദിവസം ഒരു നിയർലി 84 ആൾക്കാർ ഇതുവരെ ഞാൻ ടച്ച് ചെയ്തു ഇത്രയും ദിവസം കൊണ്ട്. അല്ല, ഇത് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഇവിടുത്തെ 84. അപ്പം അത് ഭയങ്കര ഒരു ഫുൾഫിൽമെൻ്റ് ആയി. നമ്പർ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമ്പറിലൊന്നും അല്ല കാര്യം. പക്ഷേ അതിൽ കുറച്ച് ആൾക്കാർ അവരുടെ ലൈഫ് ഞാൻ ടച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായി. ഞാനല്ല, സദ്ഗുരു ടച്ച് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഭാഗമായി. അവരെന്നോട് പറഞ്ഞത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ രീതിയിലൊരു ഫുൾഫിൽമെൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ പഴയതിനേക്കാൾ ഭയങ്കര ജോയ്ഫുള്ളായിട്ടാണ് ജീവിക്കുന്നത്. അത് കാണിക്കുന്നതിൻ്റെ അല്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്രയും ഫാമിലിയായിട്ടൊന്നും ഇത്രയും സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. ഇപ്പം പെങ്ങളുമാരോടും അമ്മയോടും ഒരുപാട് സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോട്ടലി ഇൻവോൾവ് ആയിട്ടായി, അപ്പം ജോയ്ഫുള്ളായി. അപ്പം ഞാൻ മനസ്സിലായി, ഇത് ഈ ഒരു ടീച്ചിങ്ങിൻ്റെ സദ്ഗുരുവിൻ്റെ പാട്ടായതുകൊണ്ട് സദ്ഗുരു തരുന്നൊരു ഗ്രേസ് ആണ്, അല്ലെ സദ്ഗുരു തരുന്ന നന്ദി. ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ടൻ്റ് എന്ന് പറയുന്ന സാധനം. അതായത് നമുക്ക് വളരാൻ പറ്റും. ഓക്കെ, അടുത്ത എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോക്കിയറിയാം, കേരളത്തിലാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഹയസ്റ്റ് ആൽക്കഹോൾ കൺസംഷനും ആൻഡ് ഇൻ എ വേ പീപ്പിൾ ആർ ഓൾസോ, അവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും വളരെ കൂടുതലാണ്. ബട്ട് ഇതെല്ലാം വളരെ അങ്ങനെ അധികം ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും, നമുക്ക് സോഷ്യൽ മീഡിയ അവയർനെസ് ഉണ്ട്. ഐ എം പേഴ്സണലി സമ്മൺ ഹു ഹാസ് ഗോൺ ത്രൂ ഇറ്റ്. പണ്ടൊന്നും അതുപോലെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വൺ ഓഫ് ദ മെയിൻ വേസ് ഈസ് സൈക്യാട്രിസ്റ്റിൻ്റെ പിൽസ് എടുക്കുക ഓർ സബ്സ്റ്റൻസസ്. ഡെഫിനറ്റ്ലി നിങ്ങൾ മരുന്നുകൾ എടുക്കണം. ദിസ് ഇസ് നോട്ട് എ വീഡിയോ അഗൈൻസ്റ്റ് മരുന്നുകൾ. ഇഫ് യു നീഡ് ഇറ്റ്, പ്ലീസ് ഗോ ടു എ ഡോക്ടർ ഓർ സൈക്കോളജിസ്റ്റ്. പക്ഷേ what I personally feel is, Hatha Yoga itself is also a path which can lead to your full recovery. So under personal experience, was there any participants who shared with you how this has helped, or in your experience any class എടുത്തപ്പോഴും? എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ സബ്സ്റ്റൻസ് ഇതുവരെ അങ്ങനത്തെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു പാർട്ടിസിപ്പൻറ്റ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അപ്പോൾ ഒരു മെൻ്റൽ ഡിപ്രഷനുമായിട്ട് വന്ന ഒരാളുണ്ടായിരുന്നു. ഷീ റിക്കവേർഡ് ഫുള്ളി. അപ്പം സൂര്യക്രിയായിരുന്നു പഠിപ്പിച്ചത്. അപ്പം ആഫ്റ്റർ മണ്ഡല ഷീ റിക്കവേർഡ്. ചെറിയ ആൻറ്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആളായിരുന്നു. അപ്പം അതെനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു. ക്ലാസ്സിൽ വന്ന് നമ്മളങ്ങനെ സംസാരിക്കത്തില്ല, എസ്പെഷ്യലി ഒരു ഫീമെയിൽ ആണെങ്കിൽ നമ്മളങ്ങനെ അധികം സംസാരിക്കുന്നില്ല. പോകുന്നു, മണ്ഡല ജസ്റ്റ് കാര്യം പറയുന്നു. അപ്പോൾ എന്നോടിത് മണ്ഡല കഴിഞ്ഞ് അത്രമാത്രം ക്ലോസ് ഒന്നും ആയിരിക്കുന്നില്ല, സംസാരിക്കത്തൊന്നുമില്ലല്ലോ ആരും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും സംസാരിക്കത്തുമില്ലല്ലോ, ലിമിറ്റഡ് ആണ് നമ്മുടെ സംസാരം. അപ്പം പക്ഷേ ഞാൻ അത് എക്സ്പെക്ട് ചെയ്തേ ഇല്ല സംസാരിക്കുന്നത്. 42 days കഴിഞ്ഞ് ഞാനിങ്ങനെ മണ്ഡലയുടെ കാര്യം ചോദിച്ചു. ഞാൻ ചുമ്മാ ഗ്രൂപ്പിൽ ചോദിച്ചു, ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ്, ഇഫ് യു ഹാവ് എനിത്തിങ് പ്ലീസ് ഷെയർ. കുറേ ആൾക്കാർ, ഞാൻ വിചാരിച്ച ആൾക്കാരൊന്നും ഷെയർ ചെയ്തില്ല, പക്ഷേ ഇയാൾ ഷെയർ ചെയ്തു. അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് സ്റ്റേറ്റിൽ നിന്നപ്പോഴാണ് ഈ സൂര്യക്രിയ ചെയ്തത്. വേറെ ഇഷ പ്രോഗ്രാംസ് ഒന്നും ചെയ്യാത്ത ആളാണ്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. പക്ഷേ ഇത് ചെയ്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് റിക്കവറായി.
സോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു പ്രോഗ്രാം കൂടെ പുള്ളിക്കാരിക്ക് വേണ്ടി ചെയ്തു, ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പോയി പേഴ്സണലായിട്ട് ചെയ്തു കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അത് ചെയ്തത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ള, അങ്ങനെ സബ്സ്റ്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ എൻ്റെ വേണമെങ്കിൽ പറയാം, സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ റേഞ്ച് സബ്സ്റ്റൻസ് ഒന്നുമല്ല. ഓക്കെ, ഐ ക്യാൻ സേ ദാറ്റ് I was also not a social drinker. You can say in between social and you can say hardcore. No, yeah, middle. You will become middle. Like Mallu. Yeah, Mallu drinking. You can say. ഇപ്പം അത് യോഗ കാരണം തന്നെയാണ്. അത് ഞാൻ നിർത്താൻ വേണ്ടി ഒന്നുമല്ല ചെയ്തത്, സത്യം പറയാലോ. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ മദ്യപിക്കുന്ന സമയത്തും ഒക്കെ സമയത്ത് ഞാൻ യോഗ ചെയ്യുന്നത്, ഇതിന് ഞാൻ പറഞ്ഞില്ല, യോഗ ചെയ്യുന്നത് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ മാറാൻ എന്തെങ്കിലും ഗുണമാവും, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഫിസിക്കലായിട്ടുള്ള മാറ്റം വരുത്താൻ ഞാൻ യോഗ ചെയ്തത്. അല്ല കള്ള് നിർത്താമെന്നല്ല, കള്ളൊക്കെ കൂട്ടുകാരോട് കുടിക്കേണ്ട സാധനമാണെന്ന് വിചാരിച്ചാണ് ഞാൻ. അപ്പം പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഇത് നിന്നു. അങ്ങനെ കുടിക്കാൻ തോന്നിയില്ല. അതെന്താണ് മീൻസ് ജസ്റ്റ് സോ ദാറ്റ്? അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അകത്ത് ഒരു ജോയ്ഫുൾ ആയിട്ടൊരു ഇത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി കുറച്ച് സെൻസിറ്റീവ് ആവും. സെൻസിറ്റീവ് ഇൻ ദ സെൻസ്, ഞാൻ പറഞ്ഞില്ലേ ഈ ബേസിക്കലി മദ്യപിക്കുന്നത് എന്തിനാണ് അറിയത്തില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. മദ്യപിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ വേറൊരു സ്റ്റേറ്റിൽ പോകും. അത് കുറച്ചുകൂടെ റിലാക്സ് സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയാൾക്കൊരു പ്രശ്നമുണ്ട്, അയാൾ കുടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം കുറച്ച് മാറി നിൽക്കും. പക്ഷെ അതുകൊണ്ട് അവിടെ അത് നാളെ രാവിലെ വരെ മാറി നിൽക്കും. നാളെ രാവിലെ ആയിട്ട് വീണ്ടും വരും. പക്ഷേ ഈ നാളെ രാവിലെ വരെ അയാൾ ഒളിച്ചോടുമല്ലേ സത്യം പറഞ്ഞു. മാറി നിൽക്കണം അയാൾക്ക്. ഈ എൻ്റെ പ്രശ്നം എൻ്റെ അടുത്ത് വരല്ലേ, തൽക്കാലം ഒന്ന് മാറി നിൽക്കും. അതുകൊണ്ട് ഞാൻ കുടിക്കാം, അല്ലാതെ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ? മദ്യത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് ആരും കുടിക്കത്തില്ല. അപ്പം അല്ലെങ്കിൽ അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ചില ആൾക്കാർ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ, എന്താ വെച്ചാൽ ഓപ്പൺ ആവാൻ വേണ്ടി. ചില ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ കണ്ട് ഒന്ന് ഓപ്പൺ ആവാൻ, അതായത് അവരുടെ റിയൽ നേച്ചർ പുറത്ത് വരും മദ്യപിച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവരിങ്ങനെ അകത്ത് പതുങ്ങിയിരിക്കും, ഇപ്പം സംസാരിക്കത്തില്ലോ, രണ്ടും കുടിച്ചിട്ട് ആ നേച്ചർ പുറത്ത് വരാൻ വേണ്ടി. അപ്പോൾ ഇതേ എനിക്കറിയത്തുള്ളൂ, ഈ രണ്ട് എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അപ്പം ഇത് രണ്ടും ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ ഞാൻ ഒന്ന് അകത്ത് ഈ പറഞ്ഞാൽ ഞാൻ റിലാക്സ് ആവുമായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് ഓടേണ്ട കാര്യമില്ലായിരിക്കും. എനിക്കും പ്രശ്നങ്ങളുണ്ട്, ആർക്കും പ്രശ്നങ്ങളില്ലാതൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. യോഗ എന്നെ സഹായിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ രണ്ട് കാര്യങ്ങളിൽ എന്തോ എനിക്ക് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് കണ്ടപ്പം, അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന സമയത്ത് യോഗ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞപ്പം എനിക്കൊരു പ്രശ്നങ്ങളില്ല, ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം കള്ള് കണ്ടപ്പോൾ യോഗ മാറി നിൽക്കട്ടെ, ഇപ്പോൾ രണ്ടെണ്ണം കുടിക്കണം, പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് വിചാരിച്ചില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ പതിയെ പോയി. മേ ബി ഞാൻ പറയുന്ന ഒരു 6 മാസം കൊണ്ട് എനിക്കത്, പക്ഷെ ഞാൻ ഒരിക്കലും അത് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്തതല്ല, അത് മോശമാണെന്ന് പറഞ്ഞ് നിർത്തിയതല്ല, ആവശ്യമില്ലാതായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലായി. ആവശ്യമില്ല, അല്ലാതെ വർക്കാവത്തില്ല. അങ്ങനെയാണത് എൻ്റെ എക്സ്പീരിയൻസ് ആയത്. അടുത്ത എനിക്കറിയാൻ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം IT പ്രൊഫഷണൽസ് ഇവരൊക്കെ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് കിട്ടും, ലൈക്ക് വർക്ക് സ്ട്രെസ്സും ദ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് കുറേ പിള്ളേരുണ്ട്, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിലും കോളേജിൽ പോകുന്ന പിള്ളേരാണെങ്കിലും, സംടൈംസ് ദർ മോംസ് ഓർ മെസ്സേജ് മീ എൻ്റെ മോൻ ദർ ടേക്കിംഗ് ആൻറ്റി ഡിപ്രസൻസ് ആൻഡ് എനിക്കറിയാം, ഞാൻ പേഴ്സണലി ആൻറ്റി ഡിപ്രസൻ്റ് ഒക്കെ എടുത്തൊരാളാണ്. സോ ദ സ്ട്രഗിൾ മൈ മോം വെൻ ത്രൂ ഐ നോ. So what is one thing or one practice you feel that everyone should incorporate in their daily life as a Hatha Yoga? Do you think that will help them too? Many practices are there. Every practice is going in that direction only. Right. Means the main Hatha Yoga is aiming to the balance. ബാലൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിന് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെയോ എത്തണം. ബേസിക്കലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മളിപ്പോൾ സിനിമ കാണുന്നതും ഹാപ്പി ആവാൻ വേണ്ടിയല്ലേ, കള്ള് കുടിക്കുന്നതും ഹാപ്പി ആവാൻ വേണ്ടി, യാത്ര പോകുന്നതും ഹാപ്പി ആവാൻ വേണ്ടി, എല്ലാവരും ഹാപ്പി ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ സദ്ഗുരു പറഞ്ഞ പോലെ നമ്മളൊരു കെമിക്കൽ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഹഠ യോഗ ഏതെടുത്താലും, സൂര്യക്രിയ ആയാലും ശരി, അംഗമർദ്ദനയായാലും ശരി, എന്തുമായാലും ശരി, നമ്മൾ ഇത് ചെയ്യുന്നിടത്തോളം നമ്മുടെ കെമിക്കൽ ഒന്ന് ബാലൻസ് ആവും. ഏതാണോ എവിടാണോ അത് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കെമിക്കൽ എങ്ങനെ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ അവന് ജോയ്ഫുള്ളായിട്ട് സ്വന്തം നേച്ചറിൽ നിൽക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ അബൌട്ട് യോഗ, അല്ലെങ്കിൽ ഹഠ യോഗ. അങ്ങനെ ഏത് പ്രാക്ടീസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരോട് സംസാരിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താ വെച്ചാൽ ഒരാൾക്ക് ചിലപ്പം ഫിസിക്കലി പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അയാൾക്ക് ആ രീതിയിൽ കൊടുക്കണം. ചിലപ്പോൾ ഫിസിക്കലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവർക്ക് ഇരുന്നുള്ള പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു വഴിയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഹഠ യോഗയിൽ. അത് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യം നമ്മൾ സംസാരിച്ചിട്ട് കൊടുക്കണം. അത് ഇതിനകത്തുണ്ട്. അപ്പോൾ എവിടെയാണ് അണ്ണനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലം? ഇസ് ഇറ്റ് ഇൻസ്റ്റാഗ്രാം ഓർ is there email ID which we can put? Yeah, actually I've never made any website or something like that till now, but yeah, I have Instagram ID account ഉണ്ട്.
ഇമെയിൽ ഓൾസോ ഇസ് ദ സത്യം പറഞ്ഞാൽ അതേ ഉള്ളൂ. അപ്പം അതിനകത്ത് പിന്നെ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് തോന്നിയത് വെച്ചാൽ ഞാനൊക്കെ പണ്ട് ഹട്ട പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പോൾ എസ്പെഷ്യലി അണ്ണൻ പറഞ്ഞ പോലെ സദ്ഗുരു ഇത്രയും കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടെന്ന് കേരളത്തിൽ പലർക്കും അറിയത്തില്ല. ഇഷയിലുള്ള ആൾക്കാർക്കാണ് ഈ ഹട്ടയോട് ഇത്ര മാത്രം എന്താ വെച്ചാൽ സദ്ഗുരു ഉള്ളതുകൊണ്ട് സദ്ഗുരു പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വർക്ക് ആയതുകൊണ്ടാണ് അവർ വീണ്ടും വരുന്നത്, അല്ലെ അവരത്ര ഇതിനെ അങ്ങനെ ഒരു കാണുന്നത്. എന്താ വെച്ചാൽ അവർക്കറിയാം ഇന്നർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ശാംഭവി അവർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതും വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ വരുന്നത്. പക്ഷെ പൊതുജന സാധാരണ നോർമലായിട്ട് നടക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ യോഗ, ചിലപ്പോൾ യൂട്യൂബ് യോഗ ചെയ്താലും ഇത് സെയിം ആണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം ഞാനൊക്കെ ആ സമയത്ത് പഠിക്കുന്ന സമയത്തൊക്കെ അല്ല ഇത് ആഗ്രഹിച്ച സമയത്തൊന്നും എനിക്ക് ആ ഒരു ആക്സസ് ഇല്ലായിരുന്നു ടീച്ചേഴ്സിനോടൊക്കെ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരെ എത്തിക്കുന്നത് ഭയങ്കര ഫുൾഫിൽമെൻറ്റ്. ഞാൻ അങ്ങനെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ എല്ലാവരെയും പഠിപ്പിക്കുന്ന മോശമെന്നല്ല ഞാൻ പറഞ്ഞു. ചിലപ്പോൾ വലിയ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്തുള്ള ആൾക്കാർക്ക് പല ആഗ്രഹം കൊണ്ടായിരിക്കും. ചില ആൾക്കാരുണ്ട് ഹട്ടായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എന്താ വെച്ചാൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ സദ്ഗുരു പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഫുൾഫിൽമെൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അത് എൻ്റെ ആഗ്രഹമാണ്. അത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അഭാവം അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഇത് ടീച്ചറില്ലെന്ന് പറഞ്ഞിട്ടത് ആ ഒരു ഇത് വരല്ല അവർക്ക്. നമുക്ക് അത് എത്തിക്കണം. അത് അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് നമ്മളൊരു സ്പിരിച്വൽ പാത്തിലാകുമ്പോൾ യുനോ സംടൈംസ് ഇറ്റ്സ് ഓൾവേസ് നോട്ട് ഹാപ്പി ജോയ്ഫുൾ, സംടൈംസ് ദെർ ആർ സ്ട്രഗിൾസ് കം ആൻഡ് സംടൈംസ് ദെർ ആർ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഗുരുവിനോട് ഇതൊക്കെ എന്തിനാ ഇത്ര ചെയ്യണത്? ഹാസ് ദെർ ബീൻ എ പോയിന്റ് ലൈക്ക് ദാറ്റ് ഫോർ യു ആൻഡ് ഹൗ ഡിഡ് യു കം ഔട്ട് ഓഫ് ഇറ്റ്, ഓർ ഇറ്റ് ഹാസ് ബീൻ എ വെരി സ്മൂത്ത് ജേർണി ഫോർ യു? എന്തെങ്കിലും ദിസ് ഇസ് മോസ്റ്റ്ലി എ ക്വസ്റ്റ്യൻ ഐ ആം ആസ്ക്ഡ് ഫോർ മെഡിറ്റേറ്റേഴ്സ്. സ്മൂത്ത് ജേർണി ഒന്നും അല്ല. ഞാൻ പറഞ്ഞത് ഇതൊരു റിലാക്സ് ആയിട്ട് പോകുന്ന ഇത് ഞാൻ പറഞ്ഞത് ഇതിന് എനിക്ക് ഡെഫിനിഷൻ ഒന്നും അറിയില്ല സ്പിരിച്വൽ പാത്ത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പാത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കൊന്നും കിട്ടാതെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ എവിടെ നിൽക്കുന്നു. അപ്പോൾ എനിക്കെന്തോ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സഫറിങ് കുറവാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ജോലി ഉപേക്ഷിച്ചു. അപ്പോൾ ചിലവർ വിചാരിക്കുമോ ഇവന് ഒരു ചിന്തയില്ലാത്തതുകൊണ്ട്. അങ്ങനെയൊന്നുമല്ല, ചിന്തയൊക്കെ ഉണ്ട്, പക്ഷേ സഫറിങ് കുറവാണ്. അത് എനിക്കറിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ പല രീതിയിലുള്ള സഫറിങ് കുറവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സഫറിങ് കുറഞ്ഞ് ജീവിക്കുന്നതല്ല ഏറ്റവും നല്ലത്, സഫർ ചെയ്ത് ജീവിക്കണം. അപ്പോൾ ഈ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാക്ടീസോ അല്ലെങ്കിൽ സദ്ഗുരു ആണെങ്കിലും ഞാൻ കണ്ട ഒരു മനുഷ്യനെ സഫറിങ് ഇല്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരാളാണ്. അത് ട്രൈ ചെയ്യാതെ ഒരിക്കലും മനസ്സിലാകത്തില്ല, എക്സ്പീരിയൻസ് ചെയ്യാതെ മനസ്സിലാകത്തില്ല. ഇപ്പം ഞാൻ ഗൂഗിൾ പറഞ്ഞെന്ന് പറഞ്ഞ് ഒരിക്കലും വിശ്വസിക്കുന്ന കാര്യമില്ല. ഇറങ്ങണം. ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാരൊന്ന് സദ്ഗുരുവിനെ തെറി പറയുന്നത്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ, ഇവിടെ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് പോലും പറയുന്നത് അവർക്ക് സംശയങ്ങളുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ ഇത് എന്ത് ബേസിലാണ് അവർ പറയുന്നത്? എന്താ വെച്ചാൽ യോഗ എന്ന് പറയുന്ന സാധനം നമ്മുടെ ലൈഫ് എനർജി, നമ്മുടെ സമയം ഇതുപോലെ ദിവസം പ്രാക്ടീസ് ചെയ്ത് ഒരു 20 മിനിറ്റേലും ചെയ്യണം. എന്നാലേ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവത്ത് ഇത് വർക്കാവുന്നുണ്ടോ. എന്നിട്ട് വേണം നമുക്കൊരു കമൻറ്റ് ചെയ്യാം. ഇത് ഒരു കമൻറ്റും ഒരു കാര്യം ചെയ്യാതെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് കാണുന്നത് അത് പക്ക ഇഗ്നോറൻസ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്കവരുടെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവർ വേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സമയം ഏത് രീതിയിലാണ്. അപ്പോൾ ഞാനിത് നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്മൂത്ത് ആണെന്നൊന്നുമല്ല. ഇത് ഇപ്പം ഞാൻ സ്പിരിച്വൽ പാത്തിലൊരു സദ്ഗുരുവിനെ എൻ്റെ കൂടെ ഉണ്ടെന്നുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ അത് മാനേജ് ചെയ്യാനുള്ള രീതി ആ സദ്ഗുരു എന്ന ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നർ എഞ്ചിനീയറിംഗ് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണെന്ന് വിശ്വസിക്കുന്നത്. പ്ലാനറ്റിൽ തന്നെ ഏറ്റവും വലിയ പ്രോഗ്രാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ. എന്താ വെച്ചാൽ ഞാൻ പല യാത്രകളിൽ ഇതുപോലെ ഞാൻ ഇവർ സംസാരിക്കുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാരോട്ട് ഇൻവോൾവ് ആവും. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കും. എനിക്കിങ്ങനെ മറച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ അവരോട് കാര്യം പറയും, ഇങ്ങനെ ഇന്നർ എഞ്ചിനീയറിംഗ് കാര്യമൊക്കെ പറയും. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. എൻ്റെ സത്യം പറഞ്ഞാൽ ഈ പാത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് അതായത്. എന്താ വെച്ചാൽ എൻ്റെ കാര്യമല്ല, ഇപ്പോഴും ഞാൻ മെസ്സിലാന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ വിശ്വസിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ആവുന്ന ഞാൻ കണ്ടു. അവർ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അവർ പ്രോഗ്രാം ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ, എനിക്കതിവിടെ പറയാൻ പോലും പറ്റാത്ത കേസുകളുണ്ട്. അത് മാറ്റം വന്നപ്പോഴത്തേക്ക് എനിക്കത് ഉറപ്പായി. ഉറപ്പെന്നല്ല എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു വർക്കാണിത്. ഒരു മനുഷ്യനെ സഫറിങ്, ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ അയാൾ സഫറിങ് ഒന്നുമല്ലോ മാറ്റുന്നത്, ഞാൻ കുറ്റം പറയുമല്ല. പക്ഷേ ആ സിനിമാ താരം വന്നിട്ട് കുറച്ച് എൻ്റർടൈൻ ചെയ്യുന്നു, മോശമല്ല. ആ സമയത്ത് എൻ്റർടൈൻ ചെയ്യുന്നത് നല്ലതാണ്. ആ സിനിമയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങി പിന്നെ പഴയ സഫറിങ്ങിലോട്ടാണ് പുള്ളി പോകുന്നത്. ഒരു നല്ല സൊല്യൂഷൻ ഒരു മനുഷ്യന് കൊടുക്കണം. അത് അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും അവന് ഹാൻഡിൽ ചെയ്ത് അവൻ ജീവിച്ച് നല്ലതായിട്ട് പോകണം, സഫറിങ് ഇല്ലാതെ. അപ്പോൾ അത് ഈ ഇരിക്കുന്ന ആളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നിൽക്കുന്നതല്ലേ നല്ലത്. അതോ നമ്മൾ ഗുരുഫോബിയ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലത്തെ സിസ്റ്റം ഇതാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഫുൾഫിൽമെൻ്റ് ആവുന്ന ലൈഫിൽ നമ്മൾ ചെയ്യണം, എന്നാലും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് സോഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇപ്പോൾ ഗുരുക്കന്മാരെ അംഗീകരിക്കുന്നില്ല കേരളത്തിൽ, അപ്പോൾ ഞാനൊരു ഗുരു അംഗീകരിക്കാത്ത ആളായിട്ട് അഭിനയിക്കാം, നടക്കത്തില്ല.
അങ്ങനെ അഭിനയിക്കാം, പക്ഷെ നമ്മൾ സന്തോഷമായിട്ടിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ സദ്ഗുരു കുറേ പേരെ ടച്ച് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഈ പാത്ത്. ഫസ്റ്റ് എൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ, അതായത് എൻ്റെ സഫറിങ് കുറച്ചു, അല്ല ഞാൻ ഒരിക്കലും ഇതിന് ഇറങ്ങത്തില്ല. എൻ്റെ സഫറിങ് കുറച്ച് അതെനിക്ക് എൻ്റെ അകത്തുനിന്ന് മനസ്സിലായി. പല സിറ്റുവേഷൻസ് വന്നിട്ടും നമുക്ക് പുറത്ത് വന്നു, സുഖമായിട്ട് വന്നു. അപ്പം പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ആൾക്കാരെ സഹായിക്കാം. ഓക്കെ, എന്നാൽ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ എൻഡിലോട്ട് വന്നിരിക്കുന്നു. കഴിഞ്ഞു, സമയം പോയത് അറിയില്ല. അപ്പം താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ പോഡ്കാസ്റ്റ്. നമ്മുടെ ക്യാമറമാൻ മെർലണ്ണനും ഉണ്ട് നമ്മുടെ കൂടെ പുറകിൽ. അപ്പോൾ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇസ് ദർ സംതിങ് ലാസ്റ്റ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് ഓഡിയൻസ് ഓർ സംതിങ്, എനിത്തിങ്? ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇതിപ്പോൾ പറഞ്ഞത് തന്നെ ഏത് വേണം സിമ്പിളായിട്ട് പറയാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം. ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്താലും സ്വന്തം എക്സ്പീരിയൻസിൽ വിശ്വസിക്കുക. നിങ്ങളൊരു കാര്യം എന്തെങ്കിലും ചെയ്യുമ്പം അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് കുറച്ച് എഫേർട്ട് എടുക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വർക്കായില്ല നിങ്ങളത് യോഗ മാത്രമല്ല എന്താണേലും എക്സ്പീരിയൻസ് ചെയ്യാതെ ആൾക്കാർ സംസാരിക്കുന്നത് നിർത്തിയാൽ തന്നെ പല കാര്യങ്ങളും ഈ ഞാൻ പറഞ്ഞ പോലെ പല രീതിയിലുള്ള മാറ്റങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് തോന്നുക നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ എനിക്കിത് പറയാം. ബേസിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കും. എന്തോ ഞാനിപ്പോൾ യോഗ മാത്രം, ഇപ്പോൾ ഞാനിപ്പോൾ യോഗ ടീച്ചറായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്ന യോഗയുടെ കാര്യം മാത്രമാണ്. ഞാനിപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വഴി കൂടെ നടക്കുന്ന ആൾക്കാരാണേലും എന്തൊക്കെയോ തേടി നടക്കുവാണ്, അവരുടെ ഫേസിലുണ്ടത്. അപ്പം ഫ്രസ്ട്രേഷൻ ആണെങ്കിലും വിഷമമാണെങ്കിലും ഡിപ്രഷനാണെങ്കിലും പല കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ. അപ്പം ആ വഴിയുണ്ടെന്ന് നിങ്ങൾ മെയിൻലി നിങ്ങൾ ഈ ട്രാഷ് വിശ്വസിക്കരുത്. അതിപ്പോൾ സദ്ഗുരു പറഞ്ഞാണെങ്കിൽ പോലും ഞാൻ പറയും, ഒരു വീഡിയോ കണ്ടിട്ട് സദ്ഗുരുവിനെ പോലും വിശ്വസിക്കരുത്, എന്നെ വിശ്വസിക്കരുത്, വൈശാഖിനെ പ്രത്യേകിച്ച് വിശ്വസിക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ പറഞ്ഞ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, അതായത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടൈം, ഈ രണ്ട് സാധനം നിങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. അത് ഏതാണെങ്കിലും അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇത് കള്ളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് വിഡ്രോ ആയി പോവുക. പക്ഷേ അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ഈ പറയുന്ന വാട്സപ്പ് മെസ്സേജോ ഇതൊക്കെ പറയുന്ന പോലെ എന്നാലും നിങ്ങൾക്ക് സത്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ എന്തുവാണല്ലോ ഞാനീ പറയുന്നത് ഈ ഒരു പാർട്ട് മാത്രം സത്യം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുമല്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങളുടെ എനർജിയും ടൈമും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കാര്യം തോന്നും, നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ. ആ സൊല്യൂഷൻ നിങ്ങൾക്ക് തോന്നുക ഇത് ചിലപ്പോൾ എന്നെ വർക്ക് ആവുമെന്ന്. പക്ഷെ അത് ഒരു ആൾ പറഞ്ഞിട്ട് വിശ്വസിക്കരുത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്, അല്ല ചെയ്യരുത്. നിങ്ങൾ അതിൽ ഇറങ്ങണം, കുറച്ചേലും ഇറങ്ങണം. എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് വർക്കാവുമോ ഇല്ലയോ എന്ന്. പ്രത്യേകിച്ച് യോഗ, ഞാൻ പറഞ്ഞ യോഗ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല യോഗ ഒരിക്കലും ഒരു പോസ്റ്റ് കണ്ടിട്ട് വിശ്വസിക്കേണ്ട സാധനമൊന്നുമല്ല, അത് ചെയ്യാനും പറ്റത്തില്ല. നിങ്ങൾക്ക് എന്നും ഒരു കഥയായിട്ട് മാറും അത് യോഗ, അങ്ങനെയാണ്. പക്ഷേ യോഗ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏത് തലത്തിലുള്ള മനുഷ്യനാണെങ്കിലും ഏത് മേഖലയിലുള്ള മനുഷ്യനാണെങ്കിലും ഇത് സന്യാസമൊന്നുമല്ല ചില ആൾക്കാർ വിശ്വസിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കല്യാണം കഴിച്ച ചില ആൾക്കാർക്ക് പേടിയാണ് ചില പ്രോഗ്രാമിന് പോലും വിടാൻ ഭർത്താക്കന്മാർ. പക്ഷേ ഇത് അങ്ങനത്തെ പ്രോസസ് ഒന്നുമല്ല. ഇത് നിങ്ങൾ കല്യാണം കഴിച്ചാലും ബിസിനസ്മാൻ ആണെങ്കിലും ഏത് ജോലിക്കാരനാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ഷിപ്പിങ്ങിൽ നിന്ന ആളാണ് ഞാൻ, അവിടെ എന്നെ സഹായിച്ചു. നിങ്ങൾ എവിടെ നിന്നാലും യോഗ നിങ്ങളെ സഹായിക്കും. അതിന് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം. അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ എന്ത് ഹെൽപ്പ് വേണേലും ചോദിച്ചാൽ മതി, യോഗ പഠിപ്പിക്കേണ്ട ആളുണ്ട്. ആക്ച്വലി നമ്മുടെ മോസ്റ്റ് ഓഫ് ദ വോളണ്ടിയേഴ്സ് ആണെങ്കിലും IT പ്രൊഫഷണൽസും ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, നേവി അല്ല ഇന്ന് തന്നെ പ്രാക്ടീസിന് വന്ന അതാണ് ഞാൻ പറഞ്ഞു. അതാണ് മെയിൻലി സദ്ഗുരുവിൻ്റെ കണ്ടത്. സദ്ഗുരു പണ്ടത്തെ കൂട്ടി ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കാവി പരിപാടിയൊന്നുമില്ല. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പുള്ളി പറഞ്ഞത് യോഗ ഈസ് ഓൾ അബൌട്ട് ടു ലിവ് സ്ട്രോങ്. അത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രോങ് ആയിട്ട്, ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും വിഷയം വന്നാൽ ഒടിഞ്ഞ് താഴെ പോവുക, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഡിപ്രഷൻ ടാബ്ലറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സമയമായി, അയ്യോ എവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അതോ ഞാൻ ഡോക്ടർമാർക്ക് എന്തെങ്കിലുമൊന്നുമല്ല, പക്ഷെ ഞാൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു സഹായം വേറെ ഉണ്ടോ. കെമിക്കൽ കയറാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരു സിറ്റുവേഷൻ കയറാൻ പറ്റുമോ, അത് ഇതുകൊണ്ട് സഹായിക്കുമെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലെത്തിയത്. അതെന്തായാലും ഉറച്ചു തന്നെ മുന്നോട്ട് പോകും, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ
if you feel like you want to learn hatha yoga, you can contact ഗോകുലണ്ണ. ഞാൻ ഗോകുലണ്ണൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിലും കാണും. So even if you have any queries, is it okay if they contact you? Yeah, I'm here only for that. You can contact me anytime. So അതോടെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എൻഡ് ചെയ്യാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഗിവ് ഇറ്റ് എ ലൈക്ക്. അപ്പം നിങ്ങളിത് നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും, ഇഫ് യു ഫീൽ ദേ ആർ സ്ട്രഗ്ലിങ് ഓർ മേ ബി യു ഫീൽ ഹട്ട് യോഗ വുഡ് ഹെൽപ്പ് ദം, ആദ്യം നിങ്ങൾ വന്ന് പ്രോഗ്രാം ചെയ്യുക. അതെ, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം നിങ്ങൾ നോക്കുക, ഇതിപ്പോൾ ഞാനിത് ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രം പറയാമല്ലോ. ഞാൻ പറഞ്ഞോളൂ, ആർക്കെങ്കിലും ഇതുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സദ്ഗുരു വിട്ടേക്കുന്നത്. സദ്ഗുരു അല്ലാതെ ഇതൊരു ഹട്ട കുറേ ടീച്ചർമാരെ വിടുന്നതല്ല. ഇത് മെയിൻലി ഇതിൻ്റെ വിഷൻ, സദ്ഗുരുവിൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്കാവും. പക്ഷേ സദ്ഗുരുവിൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത ആൾക്കാർ വേണം ടീച്ചറാവാൻ. അല്ല, സദ്ഗുരു ഭയങ്കര ബുദ്ധിപരമായിട്ട് തന്നെ ഇത് ചെയ്തേക്കുന്നത്. എന്താ വെച്ചാൽ ഇതിന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പഠിപ്പിക്കാൻ പറ്റത്തില്ല, ആ ഒരു ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ സദ്ഗുരുവിനറിയാം, ഇതെല്ലാം ഓരോ രീതിയിൽ പ്രശ്നം ഉണ്ടായ ആൾക്കാർ യോഗ ചെയ്ത് നല്ലതായിട്ട് അവരുടെ ജീവിതം വന്നുകൊണ്ടാണ് അവർ ഇത് ഓഫർ ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ച് വിട്ടേക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ഉറപ്പാണ് ഇവർ വേറെ ഡയറക്ഷനിൽ പോകത്തില്ല, അവരുടെ അനുഭവം അതായതുകൊണ്ട് ഇവരത് എത്തിക്കും. അപ്പോൾ ആ വിഷൻ്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ, അല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾക്കും അത് തന്നെ ഉള്ളൂ. ഞങ്ങൾ വി ആർ ഹിയർ ടു ഹെൽപ്പ്, ദാറ്റ്സ് ഓൾ. സോ നിങ്ങൾ ഈ വീഡിയോ ഇഫ് യു ക്യാൻ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ദെൻ ദാറ്റ് വുഡ് റിയലി ഹെൽപ്പ്. ഈ ഒരു ഹഠ യോഗ ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റ് ഹെൽത്തി വേ ഓഫ് ലിവിങ്ങും അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ ഒരു പ്രശ്നം, ചിലർ പറയും എനിക്കൊരു പ്രശ്നമില്ല, എന്നാൽ പിന്നെ നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ ആരോഗ്യം നോക്ക്, അത് ഉറപ്പാണ്. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് വേറെ പ്രശ്നമില്ല. ആരോഗ്യപരമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ അംഗമർദ്ദനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സൈക്കിൾ വിട്ട് ഞാൻ 3 പോയെങ്കിൽ അത് ചുമ്മാ ഒന്നുമല്ല. അപ്പം ആ എക്സ്പീരിയൻസ് ആ ഫിസിക്കൽ അജിലിറ്റിയിലും നമുക്ക് കിട്ടും. എന്തുവാണേലും നിങ്ങൾക്ക് ഏത് ഹെൽപ്പ് വേണേലും യോഗ കൊണ്ടുണ്ട്. എനി ടൈം യു ക്യാൻ ഞങ്ങളൊരു വലിയ ഗ്രൂപ്പുണ്ട് ഹഠ യോഗ ടീച്ചേഴ്സ്, ഞാൻ മാത്രമല്ല. യു ക്യാൻ കോൺടാക്ട് എനി ഓഫ് us, വിൽ ബി ദെയർ. താങ്ക് യു അണ്ണ.